ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഡിസൈനർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിൻസ് ജോസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് അഡോബി ഫോട്ടോഷോപ്പിൽ എങ്ങനെയാണ് ഒരു ബിസിനസ് കാർഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഒരു ഇൻഷുറൻസ് ഏജൻറ്റിന് വേണ്ടിയിട്ടുള്ള ബിസിനസ് കാർഡ് ലേഔട്ടാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. ഈ ഒരു ബിസിനസ് കാർഡിന് കൊടുക്കേണ്ട വിഡ്ത്ത്, ഹൈറ്റ്, അതുപോലെ ഏത് കളർ മോഡിലാണ് വർക്ക് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിന്നിവിടെ നോക്കുന്നത്. ഞാനിവിടെ അഡോബി ഫോട്ടോഷോപ്പ് CC 2020 ആണ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് ആദ്യമായിട്ട് തന്നെ ഫയലിൽ പോയിട്ട് ഒരു ന്യൂ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടുന്ന് ന്യൂ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഡോക്യുമെൻ്റ് ഒരു നെയിം കൊടുക്കണം. ഞാനിവിടെ ബിസിനസ് കാർഡ് എന്നാണ് നെയിം കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ ഡോക്യുമെൻ്റ് നെയിം കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഈ ഒരു ബിസിനസ് കാർഡിൻ്റെ സൈസ് സെറ്റ് ചെയ്യണം. ഒരു സ്റ്റാൻഡേർഡ് ബിസിനസ് കാർഡിൻ്റെ സൈസ് എന്ന് പറയുന്നത് വിഡ്ത്ത് 3.5 ഇഞ്ചും ഹൈറ്റ് 2 ഇഞ്ചസുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ യൂണിറ്റിൽ നിന്ന് ഇഞ്ചസ് സെലക്ട് ചെയ്യാം. ഇനി ഇവിടെ വിഡ്ത്തിൽ നമുക്ക് 3.5 കൊടുക്കാം. ഓക്കെ, നമ്മൾ 3.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഹൈറ്റിൽ 2 ഇഞ്ചസും കൊടുക്കാം. ഇനി അടുത്തായിട്ട് വരുന്നൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആർട്ട് ബോർഡ്സ് ആണ്. ഞാനിവിടെ ഈ ആർട്ട് ബോർഡ്സിൽ ഓൾറെഡി തന്നെ ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ബിസിനസ് കാർഡിന് 2 സൈഡുകൾ വരുന്നുണ്ട്, അതായത് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും. അപ്പോൾ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസുകൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബിസിനസ് കാർഡ് 2 സൈഡിലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫോട്ടോഷോപ്പിൽ 2 ആർട്ട് ബോർഡ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ആർട്ട് ബോർഡ്സിൽ ടിക്ക് ചെയ്യാം. ഇനി അടുത്തായിട്ട് വരുന്ന റെസൊല്യൂഷനാണ്. നമുക്ക് 300 തന്നെ റെസൊല്യൂഷൻ കീപ്പ് ചെയ്യാം. അതുപോലെ നമ്മൾ ഈ ഒരു വർക്ക് ഓഫ്സെറ്റ് പ്രിൻറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു ബിസിനസ് കാർഡ് നമുക്ക് ഒരുപാട് ബൾക്കിൽ പ്രിൻ്റ് എടുക്കണം, ഒരുപാട് ക്വാണ്ടിറ്റി പ്രിൻ്റാണ് നമുക്ക് ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഓഫ്സെറ്റ് പ്രിൻറ്റിങ് ആയിരിക്കും ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കളർ മോഡിൽ CMYK ആണ് സെലക്ട് ചെയ്യേണ്ടത്. എന്നാൽ നമുക്ക് കുറച്ച് ബിസിനസ് കാർഡ് മതി, ഒരുപാട് ക്വാണ്ടിറ്റിയുടെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിജിറ്റൽ പ്രിൻറ്റിങ്ങിലൂടെ ആയിരിക്കും പ്രിൻറ്റ് ചെയ്യുക, അതായത് ലേസർ പ്രിൻറ്റിങ് വഴി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കളർ മോഡ് RGB കീപ്പ് ചെയ്താലും മതി. അപ്പോൾ ഞാനിവിടെ കളർ മോഡ് RGB ആണ് കീപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് ക്രിയേറ്റ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള സൈസിലുള്ള ഒരു ന്യൂ ഡോക്യുമെൻറ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ആർട്ട് ബോർഡ് 1 എന്ന് പറഞ്ഞിട്ട് കാണാം. ഇനി നമുക്ക് ഇവിടേക്ക് പുതിയൊരു ആർട്ട് ബോർഡ് കൂടി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ മൂവ് ടൂളിൽ പോവാം. ഇത് ഞാനിവിടെ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം ഇതിന് താഴെയായിട്ട് മറ്റൊരു ടൂൾ കൂടി വന്നിരിക്കുന്നത്, അതായത് ആർട്ട് ബോർഡ് ടൂൾ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ടൂൾ വെച്ച് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടേക്ക് പുതിയൊരു ആർട്ട് ബോർഡ് കൂടി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ മറ്റൊരു രീതിയിലാണ് ആർട്ട് ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ആർട്ട് ബോർഡ് 1 എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ആർട്ട് ബോർഡിന് ചുറ്റുമായിട്ട് പ്ലസ് ഐക്കൺ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയൊരു ആർട്ട് ബോർഡ് കൂടി ക്രിയേറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ആർട്ട് ബോർഡ് 2 എന്നും പറഞ്ഞും അതുപോലെ ആർട്ട് ബോർഡ് 1 എന്നും പറഞ്ഞിട്ട് 2 ആർട്ട് ബോർഡ്സ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയാണ് വർക്ക് ചെയ്യേണ്ടത്. ആദ്യമായിട്ട് തന്നെ നമുക്ക് ആർട്ട് ബോർഡ് 1ലാണ് ലേഔട്ട് ചെയ്യാനുള്ളത്. അതായത് ആർട്ട് ബോർഡ് 1 ആണ് ബിസിനസ് കാർഡിൻ്റെ ഫ്രണ്ട് സൈഡായിട്ട് ഞാൻ കൊടുക്കുന്നത്. ആദ്യമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കളർ ഫില്ല് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ആർട്ട് ബോർഡ് 1ൽ വന്ന് ലെയർ സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു ലെയറിനകത്തേക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു കളർ ഫില്ല് ചെയ്യാം. അപ്പോൾ ഓൾട്ട് ഡിലീറ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു കളർ ഇവിടേക്ക് ഫില്ല് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ബിസിനസ് കാർഡിൻ്റെ ലെഫ്റ്റ് സൈഡിലും അതുപോലെ റൈറ്റ് സൈഡിലും ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് റൗണ്ടഡ് റെക്റ്റാങ്കിൾ ടൂളാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ ടൂൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഇവിടെ ഇപ്പോൾ സ്ട്രോക്ക് കളറാണ് വന്നിരിക്കുന്നത്. നമുക്കിതൊന്ന് ഡിസേബിൾ ചെയ്യാം. അതുപോലെ ഞാൻ ഫില്ലിൽ പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് വൈറ്റ് കളർ സെലക്ട് ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ കളർ കൊടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് ഈ ഒരു ഷേപ്പിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മുകൾ ഭാഗത്തെയും അതുപോലെ താഴത്തെയും ഈ ഒരു കർവ് ഒന്ന് ഒഴിവാക്കണമെന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനായിട്ട് പ്രോപ്പർട്ടീസിൽ പോകാവുന്നതാണ്. ഇവിടെ റൈറ്റ് സൈഡിൽ ഓൾറെഡി തന്നെ ഞാൻ പ്രോപ്പർട്ടി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് പ്രോപ്പർട്ടി കാണുന്നില്ല എന്നുണ്ടെങ്കിൽ വിൻഡോയിൽ പോയതിന് ശേഷം പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇനേബിൾ ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ 2 സൈഡിലെയും കർവ് മാത്രം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ലിങ്ക് ഒന്ന് അൺലിങ്ക് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഓൾറെഡി തന്നെ ഞാൻ ലിങ്ക് അൺലിങ്ക് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. നമുക്കിവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ 0 കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എൻ്റർ പ്രസ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഇവിടുത്തെ ആ ഒരു കർവ് പോയിട്ടുണ്ട്. അതുപോലെ ഞാനിവിടെ താഴെയും വന്ന് 0 കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലെ മുകളിലെയും അതുപോലെ താഴത്തെയും കർവ് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുത്ത് റൈറ്റ് സൈഡിലേക്ക് കൂടി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ഓൾട്ട് കീ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്തതിന് ശേഷം ഡ്രാഗ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഞാൻ കൺട്രോൾ T പ്രസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിനൊന്ന് ഫ്ലിപ്പ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ സെലക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ റൈറ്റ് സൈഡിലേക്ക് ചേർത്ത് ഈ ഷേപ്പിനെ വയ്ക്കാം.
ഓക്കെ, നമ്മളിപ്പോൾ ഈ ഒരു ബിസിനസ് കാർഡിൻ്റെ ലെഫ്റ്റ് സൈഡിലും അതുപോലെ റൈറ്റ് സൈഡിലും ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതേ 2 ഷേപ്പ് നമുക്ക് ഈ ആർട്ട് ബോർഡ് 2-നകത്തേക്കും കൊണ്ടുവരണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ 2 ലെയറിനെ ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. അതിനായിട്ട് Ctrl+J പ്രസ് ചെയ്യാം. ഇനി ഈ ഒരു 2 ലെയറിനെ സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് ആർട്ട് ബോർഡ് 2-ലേക്ക് കൊണ്ടുവരാം. ഇപ്പോൾ ഇവിടെ ആർട്ട് ബോർഡ് 2-നകത്തേക്ക് ഈ 2 ഷേപ്പും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യണം. അതായത് നമ്മൾ ആർട്ട് ബോർഡ് 2-നകത്ത് വൈറ്റ് കളറാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെയറിനകത്ത് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു കളർ തന്നെ പിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിലുള്ള ആ ഒരു ഷേപ്പിൻ്റെ കളർ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ഷേപ്പിനകത്ത് വന്നതിന് ശേഷം ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഞാൻ വീണ്ടും ഈ ഒരു കളർ തന്നെ പിക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഈ ഒരു ആർട്ട് ബോർഡിനകത്തും 2 സൈഡിലും ഈ ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് സൈഡിൽ ലോഗോ മാത്രമാണ് പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടേക്ക് ലോഗോ കൊണ്ടുവരാം. ഞാനിവിടെ ഡോക്യുമെൻറ്റിനകത്ത് ഓൾറെഡി തന്നെ ലോഗോ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ലോഗോ ഡോക്യുമെൻറ്റിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഇതിൻ്റെ സൈസ് അല്പം ഒന്ന് റെഡ്യൂസ് ചെയ്യാം. ഇവിടെ ഈ ലോഗോയ്ക്കും അതുപോലെ ബാക്ക്ഗ്രൗണ്ടും ഒരേ കളർ ആയതുകൊണ്ടാണ് ലോഗോ നമുക്ക് കാണാൻ കഴിയാത്തത്. ഈ ലോഗോയുടെ കളർ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ലെയർ സ്റ്റൈൽ ഓപ്പൺ ചെയ്യാം. ഇവിടെ ലെയറിൽ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കളർ ഓവർലേ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ വൈറ്റ് കളറായിട്ട് ഈ ഒരു ലോഗോ മാറിയിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ സൈസ് അല്പം കൂടി ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ലോഗോ കറക്റ്റായിട്ട് സെൻറ്ററിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് സൈഡിനകത്ത് നമ്മൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ആകെ കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇൻസൈഡിലേക്ക് പോവാം, അതായത് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക്. ഇവിടേക്ക് ഞാൻ വീണ്ടും ഈ ഒരു കമ്പനിയുടെ ലോഗോ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ലോഗോ ആർട്ട് ബോർഡ് 1-നകത്താണ് വന്നിരിക്കുന്നത്. നമുക്കിത് ആർട്ട് ബോർഡ് 2-നകത്തേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ഈ ഇവിടെ ലെയറിൽ നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ആർട്ട് ബോർഡ് 2-നകത്തേക്ക് കൊണ്ടുവരാം. ഈ ലോഗോയിൻ്റെ സൈസ് നമുക്ക് അല്പം ഒന്ന് റെഡ്യൂസ് ചെയ്യണം. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ആർട്ട് ബോർഡ് 2-നകത്തും ലോഗോ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ റൈറ്റ് സൈഡിൽ ഈ ഒരു ഏജൻറ്റിൻ്റെ നെയിം അതുപോലെ ഡെസിഗ്നേഷനൊക്കെ ടൈപ്പ് ചെയ്യാം. ഞാനിവിടെ സാമ്പിൾ ഡീറ്റെയിൽസ് ഓൾറെഡി തന്നെ നോട്ട് പാഡിൽ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിവിടേക്ക് കൊണ്ടുവരാം. ഇനി നമുക്ക് ടെക്സ്റ്റ് കൂടെ സെലക്ട് ചെയ്തുകൊണ്ട് ടൈപ്പ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഡീറ്റെയിലിന് വൈറ്റ് കളറാണ് വന്നിരിക്കുന്നത്. നമുക്ക് കളർ ചേഞ്ച് ചെയ്ത് ഈ ഒരു കളർ കൊടുക്കാം. ഓക്കെ, അതുപോലെ ഡീറ്റെയിൽസിൻ്റെ ഫോണ്ട് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണം. ഈ ഒരു നെയിം ഞാനിവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്കിതിന് ബേബാസ് എന്നുള്ളൊരു ഫോണ്ടാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ നമ്മൾ ഫോണ്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഫോണ്ട് സൈസ് കൂടി അല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യണം. ഇനി ഒരു ഡെസിഗ്നേഷൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കിതിൻ്റെ ഫോണ്ട് സൈസ് അല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യണം. ഞാൻ 8.75 കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ റൈറ്റ് സൈഡിൽ നെയിം അതുപോലെ ഡെസിഗ്നേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നെയിമിൻ്റെ താഴേക്ക് ഈ ഒരു ഏജൻറ്റിൻ്റെ മൊബൈൽ നമ്പർ അതുപോലെ ഇമെയിൽ അഡ്രസ്സൊക്കെ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വീണ്ടും നോട്ട് പാഡിൽ പോയിട്ട് ഡീറ്റെയിൽസ് കോപ്പി ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസിൻ്റെ ഫോണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഒരു മൊബൈൽ നമ്പർ നമുക്കിവിടെ അല്പം ഹൈലൈറ്റ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു നമ്പർ മാത്രം സെപ്പറേറ്റ് ആയിട്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫോണ്ട് സൈസ് നമുക്ക് അല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യാം. അതുപോലെ ഞാൻ ഫോണ്ടും ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഇമെയിൽ അഡ്രസ്സിൻ്റെ ഫോണ്ടും അതുപോലെ സൈസൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ താഴെയായിട്ട് റെക്റ്റാങ്കിൾ ഷേപ്പ് കൂടി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് റെക്റ്റാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഈ ഒരു സെയിം കളർ തന്നെ നമുക്ക് കീപ്പ് ചെയ്യാം. ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൻ്റെ ഈ നെയിമിൻ്റെയും അലൈൻമെൻറ്റ് ഒരേപോലെ തന്നെ നമുക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കാം. ഈ ലെയറിനെ ഞാൻ താഴേക്ക് മൂവ് ചെയ്ത് വെക്കുന്നുണ്ട്.
ഇനി നമുക്ക് ഈ ഒരു കോൺടാക്റ്റ് ഡീറ്റെയിൽസിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. നമുക്ക് വൈറ്റ് കളറാണ് പിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അതുപോലെ ഈ ഡീറ്റെയിൽസിൻ്റെ ഇടയിലുള്ള സ്പേസ് അല്പം ഒന്ന് റെഡ്യൂസ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒരു 7 കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ താഴേക്ക് കുറച്ച് ബ്രാഞ്ചസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് ഇവിടേക്ക് പ്ലേസ് ചെയ്യാം. നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യാം. ഈ ഒരു സെയിം കളർ തന്നെ പിക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇതിൻ്റെ ഫോണ്ട് ഞാനൊന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഫോണ്ട് സൈസും കൂടി ഒന്ന് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ബിസിനസ് കാർഡിനകത്ത് കൊടുക്കുന്ന ഡീറ്റെയിൽസിൻ്റെ സൈസ് മിനിമം ഒരു 6 എങ്കിലും വേണം. അല്ലാന്നുണ്ടെങ്കിൽ തീരെ റീഡബിലിറ്റി ഉണ്ടാവില്ല. ഇവിടെ ടാബ് കൊടുത്തുകൊണ്ട് ഈ ഡീറ്റെയിൽസിനെല്ലാം നമുക്ക് ഒരേ അലൈൻമെൻറ്റിൽ തന്നെ കൊടുക്കാം. ഈ ഒരു 2 ഡീറ്റെയിൽസിൻ്റെ ഇടയിൽ അല്പം സ്പേസ് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പ്രോപ്പർട്ടിയിൽ പോയതിന് ശേഷം ഇവിടെ ഒരു 9 പോയിൻ്റ് കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലും അതുപോലെ റൈറ്റ് സൈഡിലുള്ള സ്പേസിങ് കറക്റ്റായിട്ട് നമുക്ക് ഒരേപോലെ കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് കൂടെ കറക്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി താഴേക്ക് നമുക്ക് വെബ്സൈറ്റ് ഡീറ്റെയിൽ കൂടെ കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടേക്ക് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഷേപ്പിന് നമുക്ക് ഈ ഒരു സെയിം കളർ തന്നെ കൊടുക്കാം. അതുപോലെ ഈ ഒരു സ്ട്രോക്കും ഡിസേബിൾ ചെയ്യാം. ഇനി നമുക്ക് ഫില്ലിൽ പോയതിന് ശേഷം ഈ ഒരു കളർ പിക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടേക്ക് വെബ്സൈറ്റ് ഡീറ്റെയിൽസ് കൊടുക്കാം. അതുപോലെ ഇതിൻ്റെ കളർ നമുക്ക് വൈറ്റ് കളർ ആക്കാം. ഓക്കെ, ഇവിടുന്ന് ലൈറ്റ് സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഡീറ്റെയിലിന് ഇവിടേക്ക് മൂവ് ചെയ്ത് കറക്റ്റായിട്ട് അലൈൻ ചെയ്യാം. അതുപോലെ ഇതിന് മുൻപിലായിട്ട് നമുക്കൊരു വെബ്സൈറ്റിൻ്റെ ഐക്കൺ കൂടി കൊടുക്കണം. ഞാനിവിടെ ഓൾറെഡി തന്നെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൈസൊക്കെ ഒന്ന് നമുക്ക് റെഡ്യൂസ് ചെയ്ത് കറക്റ്റായിട്ട് അലൈൻ ചെയ്യാം. ഇതിന് നമുക്ക് വൈറ്റ് കളർ തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ലെയർ സ്റ്റൈലിൽ പോയതിന് ശേഷം നമുക്ക് വൈറ്റ് കളർ സെലക്ട് ചെയ്യാം. ഇവിടെ കളർ ഓവർലേ സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങളൊരു വെബ്സൈറ്റ് ഡീറ്റെയിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 3 വെബ്സൈറ്റ് ഡീറ്റെയിൽസ് ആണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഡീറ്റെയിൽസും ഇതിൻ്റെ ആ ഒരു എഡ്ജും തമ്മിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വർക്ക് ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രിൻറ്റ് ചെയ്ത് കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഡീറ്റെയിൽസ് കട്ടായി പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ലേഔട്ടിനെ ഒന്ന് JPG ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫയലിൽ പോവാം. ഇവിടുന്ന് ഞാൻ എക്സ്പോർട്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് എക്സ്പോർട്ട് ആസ് സെലക്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ആർട്ട്ബോർഡ് 2 അതുപോലെ ആർട്ട്ബോർഡ് 1 എന്നൊക്കെ കാണാം. അതുപോലെ ഇതിൻ്റെ സൈസിലോ മറ്റുള്ള കാര്യങ്ങളൊന്നും മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. നമുക്ക് ഫോർമാറ്റിൽ പോയതിന് ശേഷം JPG സെലക്ട് ചെയ്യാം. ഇനി ഞാൻ എക്സ്പോർട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് എവിടെയാണോ ഡിസൈൻ സേവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലൊക്കേഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം സെലക്ട് ഫോൾഡർ കൊടുക്കാം. ഇപ്പം നമ്മുടെ ഈ ഒരു ഡിസൈൻ JPG ഫോർമാറ്റിലേക്ക് സേവ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്കില്ലിനനുസരിച്ചിട്ട് ലേഔട്ട് ചെയ്യുക. നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒരു ബിസിനസ് കാർഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എത്രയാണ് അതിന് വിഡ്ത്ത് ഹൈറ്റ് കൊടുക്കേണ്ടത്, അതുപോലെ ഏത് കളർ മോഡിലാണ് വർക്ക് ചെയ്യേണ്ടത്, പിന്നെ ഫോണ്ടിന് എത്ര സൈസ് കൊടുക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം. അപ്പം ഈ ഒരു വീഡിയോ എൻ്റെ എല്ലാ ഡിസൈനർ സുഹൃത്തുക്കൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വാല്യുബിൾ ആയുള്ള കമൻറ്റ്സ് കൂടി രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങൾ ഈ ഒരു ചാനലിൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക.